നമസ്കാരം. വെബ് ഡെവലപ്മെന്റ് ടൂളുകളിൽ നിങ്ങൾക്ക് നല്ല താൽപ്പര്യമുണ്ടെന്നറിയാം. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ബയോം എന്നൊരു പുതിയ ടൂൾ ചെയിൻ അതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ശരിയാണ്. ഇതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതെ, ബയോം എന്ന് പറയുമ്പോൾ വെബ് പ്രോജക്റ്റുകൾക്ക് ആവശ്യമുള്ള കുറേ ടൂളുകളില്ലേ? ഫോർമാറ്റിംഗ്, ലിൻഡിംഗ് അങ്ങനെയുള്ളവ. അതൊക്കെ ഒരൊറ്റ ടൂളില്, അതും നല്ല വേഗതയിൽ കിട്ടുക. അതാണ് ബയോം ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിംഗ് വർക്ക് ഫ്ലോ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഇത് സഹായിക്കും അല്ലേ? തീർച്ചയായും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഇതിന്റെ ഫോർമാറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? അത് നോക്കാം. ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, JSX, JSON അങ്ങനെ ഒരുപാട് ഭാഷകൾ ഇത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതെ, ലിസ്റ്റ് വലുതാണ്. ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, JSX, പിന്നെ TSX, JSON, HTML, CSS, GraphQL അങ്ങനെ പോകുന്നു. നല്ല ചോദ്യമാണ്. പ്രിറ്റിയർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ. ബയോം ഏകദേശം ഒരു 97% പ്രിറ്റിയറുമായിട്ട് യോജിച്ചു പോകും. ആഹാ, 97%. അത് കൊള്ളാം. പക്ഷേ ശരിക്കും ഇതിൽ വ്യത്യാസം വരുന്നത് വേഗതയിലാണ്. വേഗതയോ? അതെ, ഭയങ്കര വേഗതയാണ്. ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഏകദേശം 1,70,000 കൂടുതൽ വരികളുള്ള ഫയലുകൾ. ഓ, അത്രയും അധികം? അതെ, 2000-ലധികം ഫയലുകൾ. അത് ഫോർമാറ്റ് ചെയ്യാൻ പ്രിറ്റിയർ എടുത്ത സമയമില്ലേ? അതിന്റെ 35% സമയം. അത്രയും കുറവ് സമയം മതി ബയോമിന്. 35 മടങ്ങ് വേഗതയോ? അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, അത്രയും വേഗതയുണ്ട്. അപ്പോൾ ഡെവലപ്പർമാർക്ക് സമയം ലാഭിക്കാം. പിന്നെ CI സിസ്റ്റങ്ങൾക്കും ഇത് വലിയൊരു കാര്യമാണ്. തീർച്ചയായും. CI/CD പൈപ്പ്ലൈനൊക്കെ നല്ല സ്പീഡിലാവും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കോഡിലെ ചെറിയ സിന്റാക്സ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇത് ഫോർമാറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓഹോ, അപ്പൊ തെറ്റുള്ള കോഡും ഒരു പരിധിവരെ ഇത് കൈകാര്യം ചെയ്യും. അതെ, അത് ചിലപ്പോൾ ഡീബഗ് ചെയ്യാനൊക്കെ സഹായകമായേക്കാം. കൊള്ളാം. അപ്പൊ ഫോർമാറ്റിംഗ് ഓക്കെ. ഇനി ലിൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ലിൻഡിംഗ്, അതും ഇതിന്റെ ഭാഗമാണ്. അതായത് കോഡിലെ പ്രശ്നങ്ങൾ, തെറ്റുകൾ, സ്റ്റൈൽ ഗൈഡ് പാലിക്കാത്ത ഭാഗങ്ങൾ ഒക്കെ കണ്ടെത്താൻ. ഏതൊക്കെ ഭാഷകളിലാണ് ഈ ലിൻഡിംഗ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, JSX, CSS, പിന്നെ GraphQL ഇതിലൊക്കെ ലിൻഡിംഗ് ഉണ്ട്. ESLint പോലെയുള്ള ടൂളുകളിലെ നിയമങ്ങളൊക്കെ ഇതിലുണ്ടോ? ഉണ്ട്. ESLint ആയിട്ട് ഏകദേശം 325 കൂടുതൽ നിയമങ്ങൾ ബയോമിൽ വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ഡയഗ്നോസ്റ്റിക്സ്, അതായത് എറർ മെസ്സേജുകൾ വളരെ വ്യക്തമാണ്. എന്താണ് പ്രശ്നം, എവിടെയാണെന്നൊക്കെ കൃത്യമായി പറയും. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു അറയിൽ ഡോട്ട് മാപ്പ് ചെയ്യും, എന്നിട്ട് അതിനെ ഡോട്ട് ഫ്ലാറ്റ് ചെയ്യും അല്ലേ? ചെയ്യാറുണ്ട്. അതിനു പകരം ഒറ്റ ഡോട്ട് ഫ്ലാറ്റ് മാപ്പ് ഉപയോഗിച്ചാൽ മതിയെന്ന് ബയോം പറഞ്ഞു തരും. ഓ, അത് കൊള്ളാലോ. അപ്പോൾ കോഡ് വെറുതെ വൃത്തിയാവുകയല്ല, നമ്മൾ പുതിയ നല്ല രീതികൾ പഠിക്കുകയാണ്. അതെ അതെ, ബെസ്റ്റ് പ്രാക്ടീസസ് പഠിക്കാനും ഇത് സഹായിക്കും. ഇനി ഈ ഫോർമാറ്റിങ്ങും ലിൻഡിങ്ങും ഇത് രണ്ടും കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ? ഉണ്ടുണ്ട്. അതിനാണ് ചെക്ക് എന്നൊരു കമാൻഡ്. അതുപയോഗിച്ചാൽ ഫോർമാറ്റിങ്ങും ലിൻഡിങ്ങും ഒരുമിച്ച് നടക്കും. അത് സൗകര്യമായല്ലോ. സാധാരണ പ്രിറ്റിയർ വേറെ, ESLint വേറെ, അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രധാന ആകർഷണം. ഒരു സംയോജിത ടൂൾ ചെയിൻ അനുഭവം എല്ലാം ഒന്നിച്ച് തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കും. അപ്പോൾ പ്രധാന ഗുണങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ വേഗത, ഉപയോഗിക്കാനുള്ള എളുപ്പം, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്നിൽ കിട്ടുന്നുവെന്നത്. കറക്റ്റ്. റസ്റ്റ് വെച്ചുണ്ടാക്കിയതുകൊണ്ടാണ് ഇത്ര വേഗത എന്ന് കേട്ടല്ലോ. അതെ, റസ്റ്റിന്റെ പെർഫോമൻസ് ആണ് ഇതിന്റെ പിന്നില്. പിന്നെ തുടക്കത്തിൽ വലിയ കോൺഫിഗറേഷൻ ഫയലുകളൊന്നും വേണ്ട. ഓക്കെ. വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങാം. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസുമുണ്ട്. അപ്പോ ചെറിയ പ്രോജക്റ്റ് മുതൽ വലിയ കോഡ് ബേസ് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്താ സംശയം? ഏത് വലിപ്പത്തിലുള്ള പ്രോജക്റ്റിനും ഇത് വർക്ക് ചെയ്യും. പിന്നെ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് മാത്രമല്ല, എങ്ങനെ പരിഹരിക്കാമെന്നും പറഞ്ഞു തരുമെന്നത് നല്ല കാര്യമാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ്, JSX ഇതിനൊക്കെ നല്ല സപ്പോർട്ടുമുണ്ട്. വലിയ കമ്പനികൾക്ക് എന്റർപ്രൈസ് സപ്പോർട്ട് വല്ലതും ഉണ്ട്. ആവശ്യമുള്ളവർക്ക് എന്റർപ്രൈസ് സപ്പോർട്ടും ബയോം ടീം കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചു തുടങ്ങാൻ എളുപ്പമാണോ? ഇൻസ്റ്റാലേഷനൊക്കെ എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ പാക്കേജ് മാനേജർ ഉപയോഗിക്കില്ലേ? NPMO, YARN-ഓ PNPM-ഓ അത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഉദാഹരണത്തിന് NPM ആണെങ്കിൽ npm i-d save-exact@biome.js ബയോം. അത്രയുള്ളൂ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ടെർമിനലിൽ npx@biome.js ബയോം ഫോർമാറ്റ്
write.src എന്ന് കൊടുത്താൽ മതി. ആ റൈറ്റ് കൊടുത്താൽ മാറ്റങ്ങൾ നേരിട്ട് ഫയലിൽ സേവ് ആവും. ലിൻഡ് ചെയ്യാനാണെങ്കിൽ npx@biome.js/biome lint_write.src. രണ്ടും ഒരുമിച്ച് ചെയ്യാനാണെങ്കിൽ ചെക്ക് അല്ലേ? അതെ, npx@biome.js/biome check_write.src. ഇത് രണ്ടും ചെയ്തോളും. ഇത് നമ്മുടെ കോഡ് എഡിറ്ററിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, VS കോഡിലൊക്കെ. പറ്റും. അതിനുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി നടന്നോളും. അത് വളരെ സൗകര്യമാവും. അതല്ലെങ്കിൽ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഒരു പ്ലേഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി കോഡ് പേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. അപ്പോ ആകെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ബയോം എന്നത് വെബ് ഡെവലപ്പർമാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലി എളുപ്പമാക്കുന്ന ഒന്നാണ്. അതെ, വേഗതയുണ്ട്, ഉപയോഗിക്കാൻ എളുപ്പമാണ്, കുറേ ടൂളുകൾ ചെയ്യുന്ന പണി ഒറ്റയ്ക്ക് ചെയ്യും, സമയം ലാഭം, കോഡിന്റെ ക്വാളിറ്റി കൂടും. അതാണ് കാര്യം. നമ്മളിന്ന് ബയോമിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണല്ലോ സംസാരിച്ചത്. പോകുന്നതിനു മുൻപ് കേൾക്കുന്നവർക്ക് ചിന്തിക്കാനൊരു കാര്യം കൂടി പങ്കുവച്ചാലോ? തീർച്ചയായും. ഇതുപോലുള്ള ടൂളുകൾ, അതായത് കുറേ ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ടൂളുകൾ വെബ് ഡെവലപ്മെന്റിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? നല്ല ചോദ്യമാണ്. ഒരു ഡെവലപ്പർ എന്ന നിലയിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഇങ്ങനെ എല്ലാം ഒന്നിൽ കിട്ടുന്ന ടൂളുകൾക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ശരിയാണ്, അതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. അതെ, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.